മഞ്ഞ കളറാണ്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ മക്കളെ, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഏതായാലും ഊട്ടിയിൽ വന്നിട്ട് ഞങ്ങളെ ലൈഫിൽ ഇതുവരെ ഇല്ലാത്ത കഷ്ടപ്പാടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എനിക്ക് പയ്യെ പറഞ്ഞുതരാം. അപ്പൊ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ തിരിച്ചു പോവുകയാണ്. അപ്പൊ ഇവിടെ വരുമ്പോ രാത്രി ആയതുകൊണ്ട് ഒരുപാട് ഭാഗങ്ങൾ കയറാൻ പറ്റിയില്ല. അപ്പൊ ആ ഭാഗങ്ങളൊക്കെ വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്തി കാണിച്ചു തരാം. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാം അല്ലേ. അപ്പൊ ബാക്കി ഭാഗങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ട് എന്താ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് എന്തൊക്കെയാണ് പോയി സംഭവിച്ചത്. പെട്ട് ഗ്യാസ് ഞങ്ങൾ പെട്ടു. ഒരു 1000-ഓളം ആൾക്കാർ പെട്ടിക്കണേ. അപ്പൊ പോവാൻ നമുക്ക് വീഡിയോയില്. അപ്പൊ ഇതാ നമ്മളിങ്ങനെ നേരെ പൈൻ ഫോറസ്റ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. എവിടെ പൊന്നോടെ ഇറങ്ങി. കം ഹിയർ, വേർ ആർ യു? ആ ഡ്രസ്സൊക്കെ അലങ്കോലപ്പെടുത്തിയാണ്. അല്ല പൊന്നു. അപ്പൊ നേരെ നമ്മളങ്ങനെ പോയി നോക്കാം. ആ വരി ടിക്കറ്റ് എടുക്ക, ടിക്കറ്റ്. കുതിരസവാരി ഒന്ന് കാണാം. നല്ല റേറ്റാണ്. മുമ്പൊക്കെ 100 രൂപ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ 200 ആണല്ലോ. ഒരു രശയില്ല. രണ്ടാള്. അപ്പൊ മോനൂനും പൊന്നൂനൊക്കെ ഒന്ന് കുതിരസവാരിക്ക് പോകണമെന്നുണ്ട്. നമ്മളെ ആളെന്ന് നോക്കുക. നല്ല കുട്ടാപ്പോണ് കണ്ട. പാവാണല്ലേ ആള്. കുത്തുവാ. മുമ്പൊക്കെ കുതിരസവാരിക്ക് പോകുമ്പോൾ ഇവിടെ 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിൻ്റെ പുറമെ ഇവിടെ ടിക്കറ്റ് കൗണ്ടറും വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെയൊക്കെ ഫില്ല് ചെയ്തുകൊണ്ട് ചുളിവിൽ കയറാനൊന്നും പറ്റൂല. 200 രൂപ വേണം കുതിരസവാരിക്ക് പോകാൻ. പക്ഷെ പാവങ്ങൾ നിൽക്കുന്നുണ്ടല്ലേ. പാവാണല്ലേ പൊന്നു. അങ്ങനെ തിരിഞ്ഞു നോക്കാം. എങ്ങനെയുണ്ട്? പാവാണല്ലേ. നല്ല സോഫ്റ്റ് ഉണ്ടാ. നല്ല കുട്ടപ്പനല്ലേ. ഒരു ഫോട്ടോ എടുത്താലോ? അപ്പൊ ഇവിടെ കമ്പം, മാങ്ങ, ഇപ്പിലിട്ടത്, പൈനാപ്പിള്, കടല. കിട്ടാത്ത മുതലാണ്. അത് രസമുണ്ടല്ലേ. തണുപ്പത്ത് നല്ല ചൂടൊക്കെ കൊണ്ട് ഇല്ലാളോ. പൊന്നോ എങ്ങണ്ട്? ആ വാണി ഒന്ന് വേർത്തോ എടുത്തെടുത്തോ. എന്താ സാധനം? എന്താണ് സാധനം? എന്താ സാധനം? ബേൽപൂരാ? ബേൽപൂരി. അവര് പൊന്നും മോനും കുട്ടിമോനും ഒക്കെ എല്ലാവരും താഴത്തേക്ക് പോട്ടാ. അത്യാവശ്യമായിട്ട് ഇറങ്ങാണ്ട്. ശരിക്കും മരുഭൂമി. ഇറങ്ങണമെങ്കിൽ ഇറങ്ങാ. ഈ കാട്ടിൽ നിന്ന് എന്തൊക്കെയോ ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട്. ആരാ പോയോക്കട്ടെ. പാട്ടച്ചോനെ പൊലങ്കാട്ടിലാണല്ലോ. ഇവിടെ കാട്ടുപോത്തുണ്ടായിരുന്നു. ഇവിടെ നിക്കണ്ട. പുതിയ സ്പോട്ട്, നല്ല ഭംഗിയുള്ള, എന്താ പറയാ, നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ നല്ലൊരു ഭാഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ കേട്ടോ. എന്താ സൗണ്ട്? അപ്പൊ പ്രതികളെ തേടി വനത്തിലൂടെ ഇറങ്ങേണ്ടി വന്ന് പിടിച്ച് ഇതാ ഇതണ്ടില്ലേ.
ചാണകം കണ്ടെങ്കിൽ വളപ്പൊടി എന്നറിയില്ല നമ്മുടെ ചാണകം കയറ്റാനുള്ള വണ്ടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മളടുത്തമായിട്ടുള്ള വണ്ടികളൊന്നുമില്ല, ട്രാക്ടറാണ്. എന്നിട്ട് ഇങ്ങനെ കണ്ട് കൊണ്ടുപോകാനാണിത്. ഓക്കെ, ഇത് കണ്ടില്ലേ എങ്ങനെയുണ്ട്? മൊത്തത്തിൽ ഇവിടെ പൂക്കളാണ്, കണ്ടില്ലേ? അങ്ങ് അകലെ ഒരുപാട് മൈൽ ദൂരം നിവർന്ന് നീണ്ട് കിടക്കുകയാണ് ഈ മൈതാനം. ശരിക്കും കണ്ടാൽ ഞാൻ ഗൾഫിലൊക്കെ ഓൺലി മസ്കറ്റിൽ മാത്രം ജോലി ചെയ്തിട്ടുള്ളൂ, ഒമാൻ മസ്കറ്റിൽ. അവിടെ കണ്ട് സൂർ എന്ന സ്ഥലം, അവിടെ പോയി ഇതേപോലുള്ള മൈതാനം മാതിരി ഇങ്ങനെ മരുഭൂമി കാണും. അതിൻ്റെ ഒരു ഭാഗം അതേപോലെ ഒരു ഇത് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെന്താ ഒന്നും പറയാനില്ല. അപ്പൊ നമ്മൾ വെറുതെ ഈ സ്ഥലത്തിന്റെ പേരെന്താ നമ്മളെ പൈൻ ഫോറസ്റ്റിൽ വരുമ്പോ വെറുതെ അവിടെ മേലൊക്കെ ഇന്ന് കറങ്ങിയാണ്ട് മറ്റേ പൈനാപ്പിളിന്റെ കഷ്ണത്തിൽ ഉപ്പിലിട്ടൊന്ന് നിന്നുകൊണ്ട് പോകാൻ നിൽക്കരുത്, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് കയറി പോകാൻ നിൽക്കരുത്. ഇങ്ങോട്ട് ഇറങ്ങണം താഴത്തേക്ക്. ഇതാ താഴെ ഇങ്ങോട്ട് ഇറങ്ങിയാൽ പോയി കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റില്ല. പരമാവധി ഇവിടത്തൊക്കെ കാണാനുള്ളടത്തോളം കണ്ടിട്ടാണ് പോവാ. പരമാവധി മുതലാക്കി പോണം. സത്യം, നമ്മൾ നാളാവാ പിന്നാവാന്ന് വെച്ചിട്ട് വെക്കരുത്. അപ്പൊ ഞങ്ങളൊക്കെ കണ്ടില്ലേ ഫുൾ കണ്ടിട്ട് പോണം അല്ലേ? തലക്ക് മീതെ ഏറ്റാണ്ട് എന്നാലും ഞങ്ങള് വിടൂല. ഇതൊക്കെ ഞാൻ മീതെ കനത്തിന്റെ അടിയിൽ കൂടി നമ്മൾ മരിച്ചു പോകും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ആസ്വദിക്കാം, പോവാം. ഓൽക്ക് ടൂർ നോക്കാണ് പണി, ഓൽക്ക് ആ പൈസ കടം വീട്ടിൽ കൂടെ. ഞങ്ങള് വന്ന ഞങ്ങൾ കണ്ടില്ലേ, ഞങ്ങള് ഫുഡൊക്കെ ഉണ്ടാക്കിട്ട് ഞങ്ങള് വരും, എണ്ണ അടിച്ചിട്ടുള്ളൂ. പിന്നെ അല്ലറ ചില്ലറ കുട്ടികൾക്ക് എന്തെങ്കിലും ഇതൊക്കെ വാങ്ങി തിന്നുക, ലേസ്. അതും മോനും പൊന്നും 20 പൈസ ഇട്ടായിട്ട് വാങ്ങണ്ട്. അതെ, പൊന്നുവിന്റെ പൈസ കയ്യിലുണ്ടാ? പൊന്നോ ഏതാ ഒപ്പ് ഒന്ന് കേക്കട്ടെ. ഷോർട്സിന് കൂലി എടുക്കലുണ്ട് ഡയറി. ആ കൂലി പൈസയാണ് ഡയറി 200 വെച്ച് കൂലി ഉണ്ട് അല്ലേ? എത്രയാണ് ഡയറി? 200 അല്ല? പൊന്നോ ഡയറി 200 രൂപ കൂലി തരുന്നില്ലേ? 10 20 ഇല്ലേ? പറഞ്ഞോ. ഇതാ ഊട്ടി മൊത്തം ഈ മഞ്ഞനെ. അതെ, ഇത് മുള്ളാണ് കേട്ടോ. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്, ഫോട്ടോ എടുക്കാൻ. ഇതൊക്കെ ഫുള്ള് വൈന്ന് വരുന്ന സ്ഥലങ്ങൾ മുഴുവൻ ഈ ഒരു മഞ്ഞ കളറാണ്, മഞ്ഞ കളറിൽ വിരിഞ്ഞു നിൽക്കണേ. നല്ല രസം. എത്തുക്ക് എത്തുമ്പോൾ വിട്ടു നോക്കുമ്പോ നല്ല രസം കേട്ടോ. എത്തുക്ക് വന്നത് മുള്ളാണ്. അതിനുള്ളിലേക്ക് പോകാൻ പറ്റും? കുറച്ചാണ്ട് മുള്ളാണ്, നല്ല കുത്തുന്ന മുള്ളാണ് അല്ലേ? പിന്നെ ഇപ്പൊ അടിക്കാണ്ട് പോയാല് മുള്ളാണ്. അവിടെ ഒക്കെ ഇതേപോലുള്ള ഇപ്പൊ കാണിച്ചാ ഇതണ്ട അവിടൊക്കെ ഇതാ. അപ്പൊ നല്ല വെയിലാണ്, എങ്കിലും കൂടിയിട്ട് നല്ല തണുത്ത പ്രകൃതിയാണ് ഇവിടെ ഉള്ളത്. വെയിലൊന്നും പ്രശ്നമില്ല, നല്ല തണുപ്പുള്ളത് കൊണ്ട്. പിന്നെ ഇവിടെ എന്താണ് ഫുള്ള് കാണിച്ചു തരാം. പോത്തുകൾ ഇവിടെ ഫുള്ള് കാട്ടുപോത്തുകളെ തോന്നുന്നുണ്ട്. ഇതാ എന്താ, സോറി, കാട്ടുപോത്തുകളല്ല, എല്ലാം തോന്നുന്നുട്ടാ. കണ്ടിട്ട് കാട്ടുപോത്തുകളല്ല, സാധാ നോർമൽ നമ്മളെ നാടൻ പോത്തുകളാണ്. ഇതൊക്കെ ആരെങ്കിലും ഇവിടെ ആക്കിയതാവും. പൊന്നുവേ, അപ്പൊ ഈ ബാങ്കൾ കാണാൻ ഭയങ്കര ഭംഗിയല്ലേ? നിങ്ങൾ നോക്കാണേ. പൊന്നു ഇവിടെ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. ഇവിടെ ഭയങ്കര ഫോട്ടോ എടുക്കലൊക്കെ, അമ്മയും മക്കളും കൂടി ഭയങ്കര ഫോട്ടോ എടുക്കലൊക്കെ നടക്കുന്നുണ്ട്. കാരണം മുത്തോണ് ഫോട്ടോ എടുക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ക്യാമറമാനാണ്. മോനോ അമ്മ ഇവിടെ ഫോട്ടോ എടുക്ക്. ആർക്ക്? അത് ബോട്ടെ. ആ എടുക്ക്. ഇതൊക്കെ എടുത്തോ, ഓനായിട്ട് വന്നെടുത്തോ, എടുക്ക്. ഇത് ഞാൻ ഫോട്ടോ എടുക്കില്ല. അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയ മാതിരല്ല, അങ്ങോട്ട് കയറാൻ കുറച്ച് നയിപ്പുണ്ട്. പണ്ടത്തെ കാലത്ത് താനൂരും പരപ്പനങ്ങാട് എപ്പോഴും ഉണ്ടല്ലോ ട്രാക്ടർ. ആ അല്ല എന്നാൽ ടക്കർ കയറുമ്പോഴാണ് മാളൊക്കെ അയ്യറിലിട്ടാ കയറുന്നത്. ഒരു രക്ഷയില്ലാട്ടോ, ഒരു രക്ഷയില്ലോ. മാളൊരു കയറിട്ടെന്നാ. ഞാനും പൊന്നും ഇവിടെ പറ്റ കുഴങ്ങിയാണ്ടിരിക്കാണ്. ഞാൻ പിടിച്ചേരണ ട്രാക്ടർ ഇതിൽ കൂടെ കയറിയല്ല. ഇത് ചിന്തിച്ചോക്ക, ശബരിമലൊക്കെ എങ്ങനെയാ ഇപ്പോൾ ഒരു കയറുന്നുള്ളത്. 18 പടി ഒതുക്കൊക്കെ. ആ ട്രാക്ടർ വരുന്നുണ്ട്. എങ്ങനെയുണ്ട്?
എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഈ കുണ്ടിറങ്ങി കയറിയില്ലേ? ഒരു തുള്ളി വെള്ളം ഞാൻ വാങ്ങി തരാം മേലെ കയറി കേട്ടാ. അപ്പൊ നമ്മൾ നേരത്തെ ഞങ്ങൾ കാണിച്ചു തന്നില്ലേ ഒരു ഇത് ചാണം കയറുന്ന ഒരു ട്രാക്ടർ, ആ കുണ്ടെന്നാണ് മക്കളെ കയറി വരുന്നുണ്ട്. ഒരു 1-1.5 കയറ്റാ. ട്രാക്ടർ എന്ന് പറഞ്ഞാൽ കയറ്റം കയറാൻ അതേനട്ടോ നരിയാണ്. എന്താണ് കുണ്ടെന്ന കയറി ആ മല ഇറങ്ങി കുണ്ട് കയറി വരികയാണ് ട്രാക്ടർ. നമ്മുടെ തമിഴ് സഹോദരന്മാരൊക്കെ ഉണ്ടായില്ല, ഡ്രൈവറും ക്ലീനറൊക്കെ. അപ്പോൾ നമ്മൾ നോക്കുക, അവരൊക്കെ ഒന്ന് കാണിക്കാം. അത് കയറാൻ പറ്റുമെന്ന് മേലെ ഇറങ്ങി. ആ ഇവൾ മട്ടും അത് കയറിക്കോ. അപ്പൊ മാളു ട്രാക്ടറിൽ കയറാൻ പോണേ. എന്നാ അപ്പടി പ്രശ്നം കിടയാതെ ഉക്കാറങ്ങി. മാളു അപ്പം മാള് ഇതാ തമിഴ് മക്കളുടെ അഹങ്കാരമായ ട്രാക്ടറിൽ ഇതാ ഇതുവഴി കടന്നു പോകുന്നു. ആശീർവദിക്കുക, അഭിനന്ദനങ്ങളുടെ പുച്ചണ്ടുകൾ വാരി വാരി എറിയുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ്. ഊട്ടിയിൽ വന്നിട്ട് അപ്പോൾ നമ്മുടെ തമിഴ് മക്കൾ ചാണകം നേട്ടോ താങ്ക് യു. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇത് ഇവിടുത്തെ എന്താ പേര് എപ്പോഴും മറക്കും. ഇതാണ് പൈൻ ഫോറസ്റ്റ് എന്ന സ്ഥലം. അവിടെ വന്നിട്ട് അടിപൊളി ഒരു ഫാമിലി ഫോട്ടോ എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി എങ്ങനെയുണ്ടെന്ന്. പോവാ. അപ്പൊ ഏതായാലും ഞങ്ങൾ അടുത്ത ഭാഗത്തേക്ക് പോകാൻ പോവാണ്. തമർത്തി കളഞ്ഞെന്ന്. കാരണം ഞങ്ങൾ കുറെ ആയിക്കണ ഞങ്ങൾ ടോട്ടലി എല്ലാരും കൂടി ഒന്നിച്ച് പോന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാരണവശാൽ ചിലപ്പോ അവര് ഓന്റെ കൂട്ടുകാരന്റെ ഒപ്പം പോകും അല്ലേ. ഇതിന്റെ ഇടയിൽ കൂടി ഫൈറ്റ് ഇവിടെ നല്ല നടക്കുന്നുണ്ട്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത് വീഡിയോ ഇനിയും തീരുന്നില്ല. നിങ്ങൾ കട്ടക്ക് കാത്തിരുന്നോളിയും. അടുത്ത വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ.